ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് പുളിയാണ്. ഇതിന് വാളംപുളി എന്ന് പറയുമ്പോൾ വാളംപുളി നമുക്കൊരു 100 ഗ്രാം വേണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കേടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ നേരത്ത് ഇതേപോലെ ഒന്നല്ലെങ്കിൽ വാളംപുളി വാങ്ങുന്ന വാളംപുളി എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പുളി അതേപോലെ എടുത്തിട്ട് അതിൻ്റെ തൊണ്ടും പിന്നെ അതിൻ്റെ നാരുണ്ട്, ആ നാരും കളഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 260 മില്ലി വാട്ടർ നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലോണം. 5 വിസിൽ കേൾക്കണം കുക്കറിൽ. അപ്പോൾ ഇത് 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. 5 വിസിലൊക്കെ അടിച്ചാൽ മാത്രമേ നല്ലോണം വേവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വേവത്തില്ല. അപ്പോൾ ഇത് ഏകദേശം എടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പോൾ മുൻപ് നമ്മൾ അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങളിത് പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ചാറ് മാത്രമായിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഞെട്ടി എടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. ശേഷം നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ വേണം. ആ അരിപ്പയ്ക്കുള്ളിലിട്ട് അരിച്ചെടുക്കുക. കാരണം അതല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ നേരത്തെ അതിൻ്റെ വലിയ വലിയ പീസുകളൊക്കെ നമ്മുടെ പാത്രത്തിൻ്റെ മുകളിൽ വന്നിരിക്കും. അതുകൊണ്ടാണ് മാക്സിമം ചെറിയ കണ്ണികൾ അരിപ്പ വെച്ചിട്ട് കുറച്ച് നേരം എടുക്കും ഇത് ചെയ്യാനായിട്ട്. പതുക്കെ ഒന്ന് അരിച്ചെടുക്കുക. മിക്സിക്കുള്ളിലിട്ട് നല്ലോണം അടിച്ചെടുക്കണം. പിന്നെ നമ്മൾ മിക്സിക്കുള്ളിൽ ഇടാൻ നേരത്ത് ഇതിൻ്റെ പുളിയുടെ കുരു ഒന്നും പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനായിട്ടാണ് ആദ്യം അത് പിഴിഞ്ഞെടുത്തത്. കുരു പോയി കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡൊക്കെ കംപ്ലൈൻ്റ് ആവും. അത് പൊടിക്കുന്ന ബ്ലേഡ് ഇട്ട് ചെയ്യുമ്പോൾ അല്ല, അരയ്ക്കുന്ന ബ്ലേഡിൽ. ഇനി നമുക്ക് വിനാഗിരി വേണം. ഇത് സയൻറ്റിഫിക് വിനാഗിരിയാണ്. ഇതൊരു 100 മില്ലി നമുക്ക് വേണം. 100 മില്ലി നമുക്ക് ഇതുപോലെ അളന്നെടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത നമ്മളുണ്ടാക്കി വെച്ച ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പെർഫ്യൂമാണ്. പെർഫ്യൂം ഒരു വാട്ടർ ബേസ് എടുക്കുക. നിങ്ങൾ ഓയിൽ ബേസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇത് മിക്സ് ആവില്ല. ശേഷം ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ. അതൊരു 20 ഗ്രാം നമുക്ക് വേണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഓയിലൊക്കെ ഇളകി പോരുള്ളൂ പാത്രത്തിൽ നിന്ന്. പിന്നെ ഇത് പറയട്ടെ, ആദ്യമേ അത് പതയില്ല, നേരെ മറിച്ച് ഓയിലൊക്കെ നന്നായിട്ട് പോകും. ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇടാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പാത്രം കൂടി എടുത്ത് വയ്ക്കുക. കാരണം ഇത് നമ്മൾ എടുത്ത പാത്രത്തിൽ തികയാണ്ട് വരും. കാരണം ഇത് ഫോമാവും, പൊങ്ങി പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാന കാരണം ബേക്കിംഗ് സോഡ വിത്ത് വിനാഗിരി കൂടി ചേരുമ്പോഴുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ വിത്ത് വിനാഗിരിയാണ് നമ്മുടെ ഓയിൽ പോലുള്ള സാധനങ്ങൾ പാത്രത്തിൽ നിന്ന്, മെഴുക്ക് പോലുള്ള സാധനങ്ങളിൽ കളയുന്നത്. പുളി ഒരു ഷൈനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുക്കുന്നത് മെയിനായിട്ട്. ഇത് നമ്മുടെ ബ്രാസിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ പിച്ചളയുടെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. നിങ്ങളുടെ വിളക്കൊക്കെ വീട്ടിൽ കഴുകാനായിട്ട് പറ്റിയ ലിക്വിഡാണ്. പാത്രത്തിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ ചാരമൊക്കെ ഇട്ടാണ് വിളക്കൊക്കെ തേക്കുന്നത്. വിളക്കൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇപ്പോൾ മിക്ക വീട്ടിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക, ഓപ്ഷണലാണ്. ഒരു സ്മെല്ലിന് വേണ്ടി നിങ്ങൾ ലെമൺ, നാരങ്ങയുടെ മണമുള്ള പെർഫ്യൂം ഇതിനുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ നാരങ്ങയുടെ സ്മെല്ല് കിട്ടും. കൂടുതലും നാരങ്ങയുടെ സ്മെല്ലൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് കളറാണ്, ഫുഡ് കളറാണ്. ഇപ്പോൾ ഇതിനൊരു യെല്ലോ കളർ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് യെല്ലോ കളറാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കളർ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ കളർ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇരുന്ന് മാക്സിമം ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഫോമിലാണ് ഇരിക്കുന്നത്. ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം ഇതേപോലത്തെ ബോട്ടിൽ നമുക്കിത് നിറച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫയൽമാൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കളർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് കുറച്ച് കഴിയാൻ നേരത്ത് മാത്രമേ ഇതിൻ്റെ നമ്മൾ കളർ കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടുന്നതാണ്. ഞാൻ അവിടെ ശകലം കളർ മാത്രമേ ചേർത്തുള്ളൂ. 5 ഗ്രാം കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു 15 ഗ്രാമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാകുന്നതാണ്. പിന്നീട് ഡൈലൂട്ട് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ കളർ അപ്പോൾ കൂടുതലായിട്ട് വരും. നമുക്കിത് കുറച്ചും കൂടി വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് നല്ല രീതിയിലുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്കിതിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ കൂടെ പ്രൊഫഷണലായിട്ട് ഇതെങ്ങനെ പാക്ക് ചെയ്യാമെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ വയ്ക്കാം. നമ്മൾ ഭയങ്കര ഡേറ്റി ആയിട്ടുള്ള ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഓയിലാണ്. കറി ഉണ്ടാക്കി
സൂപ്പറായിട്ട് വെളുത്തിട്ടുണ്ട്. അതിനകത്ത് ഉള്ള സാധനങ്ങൾ നല്ലതായിട്ട് വെളുത്തുന്നില്ല.